നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു തരിക. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസി സംഗമം എന്നുള്ള പേരിൽ ഇന്നൊരു സംഗമം നടക്കുന്നുണ്ട്. പന്തളത്ത് വെച്ചാണ് സംരക്ഷണം നടക്കുന്നത്. രാവിലെ 3 സെക്ഷനുകളിലായി സെമിനാറും ഉച്ചയ്ക്ക് ശേഷം വലിയ പൊതുസമ്മേളനം നടക്കും. പന്തളം നാനാക്കാടി കൺവെൻഷൻ സെൻറ്ററിൽ രാവിലെ 10-ന് വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സെമിനാറുകൾ ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ പി ശശികല അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി SRJ കുമാർ ദർശനരേഖ അവതരിപ്പിക്കും. തുടർന്ന് 3 വിഷയങ്ങൾ അധികരിച്ചാണ് സെമിനാർ നടക്കുന്നത്. വൈകിട്ട് 1000 പേരാണ് രാവിലത്തെ സെമിനാറിൽ പങ്കെടുക്കുക. അപ്പോൾ അത് 1000 പേര് പങ്കെടുക്കുന്ന ഒരു സെമിനാറാണ്. വൈകിട്ട് 3 മണിക്ക് കുളനട പഞ്ചായത്തിലെ കൈപ്പുഴ ശ്രീവത്സ മൈതാനത്ത് നടക്കുന്ന സമ്മേളനം BJP തമിഴ്നാട് മുൻ പ്രസിഡന്റ് അണ്ണാമല ഉദ്ഘാടനം ചെയ്യും. സ്വാഗതസംഘം പ്രസിഡന്റ് PN നാരായണ വർമ്മ അധ്യക്ഷത വഹിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന കാര്യാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി ആമുഖ പ്രഭാഷണം നടത്തും. സ്വാമി ശാന്താനന്ദ മഹർഷി, തേജസ്വി സൂര്യ MP, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള കർണാടകത്തിൽ നിന്നുള്ള MP, പ്രജ്ഞപ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ, വിശ്വഹിന്ദു പരിഷത്ത് പ്രസിഡന്റ് വിജി തമ്പി, ശബരിമല സംരക്ഷണ സമിതി സംഗമം ജനറൽ കൺവീനർ KP ഹരിദാസ്, കൺവീനർ SRJ കുമാർ തുടങ്ങി നിരവധി ആളുകൾ പ്രസംഗിക്കുമെന്നാണ് പറയുന്നത്. 10,000 ആളുകളെയാണ് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. രാവിലെ നടക്കുന്ന സെമിനാറുകൾ, കഴിഞ്ഞ ദിവസം സെമിനാറുകൾ നടന്നപ്പോൾ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം സെമിനാറുകളും ശില്പശാലകളും ചർച്ചകളും കൊണ്ട് വേണ്ട ബഹളം തന്നെയാണ്. ഒന്ന്, ശബരിമലയുടെ വിശ്വാസം വിഷയാവതരണം സ്വാമി അയ്യപ്പദാസാണ് അവതരിപ്പിക്കുന്നത്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. രണ്ടാമത്, ശബരിമലയുടെ വികസനം അവതരണം അഡ്വക്കേറ്റ് G രാമൻ നായർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റാണ് അദ്ദേഹം. 3, ശബരിമല സംരക്ഷണം വിഷയാവതരണം TP സെൻകുമാർ, മുൻ DGP. അപ്പോൾ ഒന്ന് സംരക്ഷണത്തെക്കുറിച്ച്, ഒന്ന് വിശ്വാസത്തെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച്. അപ്പോൾ 3 വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ചകളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഈ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വലിയ വിവാദങ്ങളാണ് എല്ലാ കാലവും വരുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ വിവാദം വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2ാമത്തെ സംഗമം നടക്കുന്നത്. ഇന്ന് പന്തളത്തും കുളനടയിലുമൊക്കെ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വേറൊരു തലത്തിലുള്ള സമ്മേളനം. കഴിഞ്ഞ ദിവസം നടന്നത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഗമം. അപ്പോൾ രണ്ടും നടക്കട്ടെ, അത് അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ശരി തെറ്റുകളൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത്, വിശ്വാസികളാണ് പ്രധാനം. അവർ ഏത് വിഷയങ്ങളിൽ ഇടപെടട്ടെ. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോകണം, ഏതിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഏതിനെ സഹായിക്കണം, ഏതിൽ അധ്യക്ഷത വഹിക്കണം, ഏതിൽ പ്രസംഗിക്കണം, ഏതിനെ അനുഗ്രഹിക്കണം എന്നൊക്കെ ഉള്ളത് അയ്യപ്പൻ്റെ വിഷയമാണ്. നമുക്കിതൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ മേഖലയാണ്. നമുക്ക് അങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നൊരു രംഗമല്ല അത് മറ്റൊരു രംഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.